കൊച്ചു കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പാഠത്തിന്റെ പേര് പുൽ ബനി ദി മാം എന്നാണ്. അപ്പൊ പാഠഭാഗത്തേക്ക് ആ കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ തൊട്ട് മുൻപുള്ള പേജിൽ നിങ്ങൾക്ക് 2 കിളികളെ കാണാം. ഈ കിളികളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, വളരെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ താഴോട്ട് നോക്കിയിരിക്കുകയാണ് അവ. അപ്പൊ ഈ കിളികള് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീകങ്ങളാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെത്തിയ നിങ്ങളുടെ മനസ്സിലും ഒരുപാട് അത്ഭുതവും ആശങ്കകളും അതിശയവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ കിളികൾ ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കേണ്ടവരാണ്. അപ്പൊ നമുക്കും നമ്മുടെ സഹജീവികളെ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാം. ഇനി ഈ കിളികളുടെ ചിത്രത്തിന് താഴെ ഒരു 3 വരി കവിത നിങ്ങൾക്ക് കാണാം. ഒരു ഹൈക്കു കവിതയാണത്. ഹൈക്കു കവിത ജപ്പാനിലുള്ള കവിതയാണ്. എല്ലാ ഭാഷകളിലും ഈ ഹൈക്കു കവിതകളുണ്ട്. എന്നാൽ എല്ലാ ഭാഷകളിലും ഇത് എഴുതുമ്പോൾ 3 വരികൾ മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. പക്ഷെ ഓരോ ഭാഷകളിലും അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണവും വാക്കുകളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കും. ഹിന്ദി ഭാഷയിൽ എഴുതുന്ന ഹൈക്കു കവിതകൾക്ക് 17 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ കവിതയിൽ പറയുന്ന ആശയം ഇതാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വൃദ്ധജനങ്ങൾ, മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ അവർ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയും സങ്കടങ്ങളിൽ കൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളാണെങ്കിൽ വലിയ ജോലിയൊക്കെ നേടിക്കഴിയുമ്പോൾ മാതാപിതാക്കളെ നോക്കാൻ നേരം കിട്ടാതെയാവും. അവരെ വൃദ്ധാശ്രമത്തിൽ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുചെന്നാക്കും. എന്നാൽ മാതാപിതാക്കൾ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾക്ക് ഒരിക്കലും തങ്ങൾ ഭാരമാകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അമ്മമാർ. അപ്പൊ അവരെ വൃദ്ധാശ്രമത്തെ കൊണ്ടുചെന്നാക്കിയാലും അവരെ ചിന്തിക്കുന്നത് തൻ്റെ മക്കളുടെ സുഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും മാത്രമായിരിക്കും. ഇവിടെയും ഒരു അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുചെന്നാക്കിയിരിക്കുകയാണ്. ആ അമ്മ അവിടെ ഇരുന്നു കൊണ്ട് മകൻ എഴുതുന്ന ഒരു കത്താണ്, ഒരു ലെറ്ററാണ് നമുക്ക് ഇവിടെ ഒരു കവിതാ രൂപത്തിൽ തന്നിരിക്കുന്നത്. ആ ഹൈക്കു കവിത വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ്: മയ്യ കി ആയി വൃദ്ധാശ്രം സേ ചിട്ടി കേസേ ഹോ ബേട്ട. അപ്പൊ അമ്മ ഇരിക്കുന്നത് എവിടെയാണ്? വൃദ്ധാശ്രമത്തിലാണ്. എങ്കിലും അമ്മ ചിന്തിക്കുന്നത് ആരെ കുറിച്ചാണ്? മകന് സുഖമാണോ, മകനെ കുറിച്ചാണ് അമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മയ്യ, മയ്യ എന്ന് പറഞ്ഞാൽ അമ്മ. മയ്യ കി ആയി വൃദ്ധാശ്രം സേ ചിട്ടി, അമ്മയുടെ കത്ത് വന്നു. വൃദ്ധാശ്രം ഓൾഡ് ഏജ് ഹോം, ചിട്ടി കത്ത്. വൃദ്ധാശ്രം സേ ചിട്ടി കേസേ ഹോ ബേട്ട, മകനെ നിനക്ക് സുഖമാണോ? ഇതാണ് അമ്മയുടെ ചോദ്യം. അപ്പൊ അമ്മ വൃദ്ധാശ്രമത്തിലാണ് ഇരിക്കുന്നത്. അമ്മയുടെ സങ്കടങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും അമ്മ ആ സങ്കടത്തെ കുറിച്ചൊന്നും ഓർക്കാതെ തൻ്റെ മകനെ കുറിച്ചാണ് വേവലാതിപ്പെടുന്നത്. മകന് സുഖമാണോ എന്ന് കത്തെഴുതി ചോദിക്കുകയാണ് അമ്മ. അപ്പൊ അമ്മയുടെ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ഈ കവിതയിൽ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കവിതയിൽ കൂടുതൽ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം. പുൽ ബനി ദി മാം, ഇതാണ് കവിതയുടെ പേര്. നരേന്ദ്ര പുണ്ടരീക് എന്ന കവിയാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. സമകാലീന ഹിന്ദി കവികളിൽ ഒരാളാണ് അദ്ദേഹം. 1954 ജനുവരി 15 ഉത്തർപ്രദേശിലെ ബാന്ദ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. നിരൂപകൻ, എഡിറ്റർ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന, വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രമുഖ കവിതാ സമാഹാരങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നംഗെ പാവ് കാ രാസ്ത, സാത്തോം ആകാശോം കി ലാഡ്ലി, അങ്ങനെ തുടങ്ങിയ പ്രമുഖ കവിതാ സമാഹാരങ്ങളുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോകാം. ഈ കവിതയില് ഒരു അമ്മയുടെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം മകന്റെ ചിന്തകളിലുള്ള ഈ കാര്യങ്ങൾ വാക്കുകളായി കവി നമുക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിലെ ഓരോ വരികളിലൂടെയും നമുക്ക് കടന്നു പോകണം. നമുക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥം നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ അത് മനസ്സിലാകും. ഈ കവിതയുടെ സാരം ഇങ്ങനെയാണ്: ഒരു മകൻ അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. അമ്മ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലാണെങ്കിലും എല്ലാ സഹോദരങ്ങളെയും തമ്മിൽ കോർത്തിണക്കുന്ന കണ്ണിയാണ്, എല്ലാ മനസ്സുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കണ്ണിയാണ് അമ്മ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ കഥയിലെ അമ്മയും ഇതുപോലെയാണ്. സഹോദരങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന ഒരാളാണ് അമ്മ. ഇനി അച്ഛന്റെ മരണശേഷവും അമ്മ പാലമായി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അച്ഛന്റെ മരണത്തോടെ അമ്മ തളർന്നില്ല, പകരം മക്കളെ പരിപാലിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ മക്കൾ വളർന്നു കഴിഞ്ഞ് പതുക്കെ പതുക്കെ മക്കൾ അറിയാൻ തുടങ്ങി.
അമ്മയ്ക്ക് വയസ്സായി വരികയാണ്, അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാകുന്നത്? അമ്മ പതുക്കെ പതുക്കെ തളർന്നു വന്നിരുന്നു. പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അമ്മ തളർന്നത്, പതുക്കെ പതുക്കെ അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ചു വന്നു. നമുക്കറിയാം, വയസ്സായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വൃദ്ധരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ ഇവിടെയും ഈ അമ്മ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ അവരത് അംഗീകരിക്കാൻ തുടങ്ങി. അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വയസ്സായി അല്ലെങ്കിൽ വൃദ്ധയായി വന്ന അമ്മ അത്രയും നാൾ മക്കളെ പരിപാലിച്ച് വളർത്തിയിരുന്ന അമ്മ ഇപ്പോൾ മക്കൾക്ക് ഒരു ഭാരമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ മക്കൾ ചെയ്യുന്നത് എന്താണ്? ഓരോ മക്കളും അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തത്തെ പങ്കിട്ടെടുത്തു. അപ്പോൾ മക്കൾ മാറി മാറിയാണ് അമ്മയുടെ ചുമതല വഹിച്ചിരുന്നത്. അത്രയും നാൾ തനിക്ക് എത്ര മക്കളുണ്ടെങ്കിലും ഒരു അമ്മയ്ക്ക് ഒരിക്കലും അവർ ഭാരമായിരിക്കില്ല. ഒരു പരാതിയും പറയാതെ, ഒരു ആവലാതിയും കൂടാതെ സ്വന്തം മക്കളെ നോക്കി വളർത്തിയിരുന്ന അമ്മ മക്കൾ വളർന്നു വലുതായപ്പോൾ അവർക്ക് ഒരു ഭാരമായി തീരുന്നു. അങ്ങനെ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തം അവർ ഓരോരുത്തരുടെ ചുമലുകളിൽ ഏറ്റെടുത്തു. അങ്ങനെ സ്വന്തം ചുമലുകളെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന അമ്മ അവസാനം അവരുടെ ചുമലുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ ചുമലുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ മരിച്ചു പോകുന്നു എന്നാണ്. അതിനുശേഷമാണ് ആ മകൻ തിരിച്ചറിയുന്നത് അമ്മ ഇറങ്ങിപ്പോയതോടെ തൻ്റെ ചുമലുകൾ ദുർബലമായി പോയി എന്ന്. അമ്മയുടെ മരണശേഷമാണ് ആ മകൻ തൻ്റെ അമ്മ എത്രത്തോളം സ്നേഹമയിയായിരുന്നു, താൻ എത്രത്തോളം അമ്മയെ ആശ്രയിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അവസാനം നിരാശ്രയനായ ഒരു ചിന്തയാണ് ആ മകന് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് കവിതയുടെ ഓരോ വരികളും വായിക്കാം. ഹം ബായിയോं के बीच पुल बनी दी माँ, जिसमें आए दिन दौड़ती रहती दी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്. ഇതിലെ ഓരോ വരികളും നമുക്ക് നോക്കാം. ഹം ബായിയോं के बीच. ഹം ബായിയോं के बीच എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ. കെ ബീച്ച് ഇടയിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ, ഇടയിൽ എന്നാണ് കെ ബീച്ച് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ വാക്കുകളുടെ അർത്ഥങ്ങൾ പറയുമ്പോൾ ഒന്നുകിൽ ബുക്കിൽ തന്നെ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് വാക്കുകൾ എഴുതി അതിൽ അർത്ഥം എഴുതി വെക്കണം. പുൽ ബനി ദി മാം. പുൽ എന്ന് പറഞ്ഞാൽ പാലം, ബ്രിഡ്ജ്. പുൽ ബനി ദി മാം, അമ്മ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്നു. എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, സഹോദരങ്ങൾക്കിടയിൽ അവരെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ മനസ്സുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അമ്മ. പാലം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ രണ്ട് മനുഷ്യ മനസ്സുകളെ, രണ്ട് സഹോദരങ്ങളുടെ മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് അമ്മയുടെ ചെയ്യുന്ന ഉത്തരവാദിത്തം. അടുത്ത വരികളിലേക്ക് പോവാം. ജിസ്മേം ആയേ ദിൻ ദൗത്തി രഹത്തി ദി ബേതടക്, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. ഇവിടെ പാലമായി പ്രവർത്തിച്ചിരുന്ന അമ്മയിലൂടെ, ഈ പാലത്തിലൂടെയാണ് ഞങ്ങൾ മക്കളാകുന്ന തീവണ്ടികൾ യാതൊരു ഭയവും കൂടാതെ നിർഭയം ദിനവും ഓടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിസ്മേം ആയേദിൻ ദൗത്തി രഹത്തി ദി ബേദടക്, ഇതിലൂടെയാണ് ഒരു തടസ്സവും ഇല്ലാതെ നിർഭയം ഞങ്ങളാകുന്ന തീവണ്ടികൾ ഓടിക്കൊണ്ടിരുന്നത്. ബിന കിസി ഹരി ലാൽ ബത്തി കെ, ചുവന്ന വെളിച്ചമോ പച്ച വെളിച്ചമോ കൂടാതെ, ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, ഞങ്ങളാകുന്ന തീവണ്ടികൾ ഓടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇവിടെ അമ്മ ഒരു റെയിൽ പാളമായി പ്രവർത്തിക്കുന്നു. ഇതിലൂടെ ഞങ്ങൾ മക്കളാകുന്ന തീവണ്ടികൾ പച്ച നിറത്തിന്റെയോ ചുവപ്പ് നിറത്തിന്റെയോ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ നിർഭയം ഓടിക്കൊണ്ടിരുന്നു ദിനവും. ഇവിടെ ജിസ്മേം ആയേ ദിൻ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, ദൗഡ്തി രഹത്തി ദി ഓടിക്കൊണ്ടിരുന്നു, ദൗഡിന ഓടുക, ബേതടക് വിതൗട്ട് ഫിയർ പേടി കൂടാതെ, നിർഭയം, ഇതാണ് ബേതടക്. ബിന കിസി ഹരി ലാൽ ബത്തി കെ, കെ ബിന കൂടാതെ, കെ ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. ഹരി ലാൽ ബത്തി കെ, ഹരി ബത്തി പച്ച വെളിച്ചം, ഗ്രീൻ ലൈറ്റ്, ലാൽ ബത്തി ചുവന്ന വെളിച്ചം, റെഡ് ലൈറ്റ്. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, അതൊരു ട്രെയിനിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ചുക് ചുക് ചക് ചക്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി മാം, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ പാലമായിരുന്നു. ജിസ്മേ മായേ ദിൻ ദൗഡ്തി രഹത്തി ദി ബേദടക്, ബിനാ കിസി ഹരി ലാൽ ബത്തി കെ
ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ദിനം പ്രതി ഞങ്ങൾ മക്കളാകുന്ന തീവണ്ടികൾ ഈ പാലത്തിലൂടെ നിർഭയം ഓടിക്കൊണ്ടേയിരുന്നു. കവിതയുടെ അടുത്ത ഭാഗം വായിക്കാം. അതിനുശേഷം നമുക്ക് ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ പറയാം. पिता के बाद हम भाइयों के बीच पुल बनी मां, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूटा रही है मां. ഇതിൽ എന്താ പറയുന്നത്? പിതാ കെ ബാദ്, അച്ഛന് ശേഷം, പിതാവിന് ശേഷം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ മരണശേഷം. കെ ബാദ്, ശേഷം. ഹം ഭായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ. കെ ബീച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇടയിൽ. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാ, അമ്മ പാലമായിരുന്നു. അചാനക് നഹി ടൂട്ടി, അചാനക് എന്ന് പറഞ്ഞാൽ സഡൻലി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പെട്ടെന്ന്. നഹീം ടൂട്ടി, നഹീം ഇല്ല, ടൂട്ടി പൊട്ടിയില്ല അല്ലെങ്കിൽ തകർന്നില്ല. പെട്ടെന്ന് അമ്മ തകർന്നില്ല. അച്ഛന്റെ മരണശേഷവും ഞങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്നു. അമ്മ പെട്ടെന്ന് തകരുകയായിരുന്നില്ല. ധീരെ ധീരെ ടൂട്ടി രഹി, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ. ടൂട്ടി രഹി, തകർന്നുകൊണ്ടേയിരുന്നു. അമ്മ പെട്ടെന്നല്ല തകർന്നത്, വളരെ പതുക്കെ പതുക്കെ തകർന്നുകൊണ്ടിരുന്നു. ഇവിടെ തകർന്നുകൊണ്ടിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ, ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ദേഖ്ന കാണുക അല്ലെങ്കിൽ നോക്കുക. ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരുന്നു. ഔർ മാൻതേ രഹി, ഞങ്ങൾ അംഗീകരിച്ചു കൊണ്ടുമിരുന്നു. മാനന അംഗീകരിക്കുക, ടു ആക്സെപ്റ്റ്. മാന അംഗീകരിക്കുക എന്നാണ്. അപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, ഒപ്പം ഞങ്ങൾ അംഗീകരിച്ചും കൊണ്ടിരുന്നു. എന്താണ് കി, എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താണ് എന്നാൽ എന്നർത്ഥമാണ് കി. ലെഫ്റ്റ് സൈഡിലേക്കാണ് കീയുടെ ഈയുടെ ചിഹ്നം വരുന്നത്. കി ബൂട്ട രഹി ഹേ മാം, ബൂട്ട രഹി ഹേ എന്ന് പറഞ്ഞാൽ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു. ബുട്ടിയ എന്നുള്ള വാക്ക് വൃദ്ധ എന്നാണ് അർത്ഥം. ബുട്ടാപ്പ ആണ് വാർദ്ധക്യം. അപ്പോ അമ്മ വയസ്സായി കഴിഞ്ഞാൽ അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ പതുക്കെ പതുക്കെ അംഗീകരിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പിതാവിന്റെ മരണശേഷവും അമ്മ ഞങ്ങൾക്കിടയിൽ ഒരു പാലമായിരുന്നു. ഞങ്ങൾ സഹോദരന്മാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി തന്നെയായിരുന്നു അമ്മ. പെട്ടെന്നല്ല അമ്മ തകർന്നത്. അമ്മയുടെ ആരോഗ്യം വളരെ പതുക്കെ പതുക്കെ ക്ഷയിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ അമ്മ പതുക്കെ പതുക്കെ ദുർബലയായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, ഞങ്ങൾ കാണുകയായിരുന്നു, ഞങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. എന്താണ്? അമ്മ ഒരു വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. മാം കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ, ഉസ്കെ ബൂटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही मां. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മാം കെ ബാർ ബാർ കഹനെ കോ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ. നമ്മൾ പറഞ്ഞു വൃദ്ധരായ ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ അവരെപ്പോഴും ഓർമ്മയിൽ നിന്നെടുത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. ഹം മാൻകർ ചലത്തെ രഹേ, ഞങ്ങൾ അത് അംഗീകരിച്ചും കൊണ്ടിരുന്നു. ഉസ്കെ ബൂഡേ ഹോനെ കി ആദത്, അവര് അതായത് അമ്മ വൃദ്ധയായി കൊണ്ടിരിക്കുന്നു. അവരുടെ ശീലങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. അവരുടെ വീണ്ടും വീണ്ടും പറയുന്ന ഈ ഒരു ശീലത്തിൽ നിന്നും അമ്മ വൃദ്ധയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർ അംഗീകരിക്കാൻ തുടങ്ങി. और अपनी हर आवाज में धीरे धीरे टूटती रही, അവരുടെ ഓരോ സ്വരത്തിലും, നമ്മൾ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ സ്വരത്തിലും സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരും. അവരുടെ സ്വരത്തിൽ നിന്നും വീണ്ടും വീണ്ടും പറയുന്ന ഈ സ്വഭാവത്തിൽ നിന്നും അമ്മ പതുക്കെ പതുക്കെ തകരുകയാണ് അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളത് ഈ മക്കൾ അംഗീകരിക്കാൻ തുടങ്ങി. അർത്ഥം പറയാം നമുക്കിനി. മാം കെ ബാർ ബാർ കഹനെ കോ, ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. ഹം മാൻകർ ചലത്തെ രഹേ, ഞങ്ങൾ അത് അംഗീകരിച്ചു കൊണ്ടിരുന്നു. മാൻകർ, മാന അംഗീകരിക്കുക. ഉസ്കെ ബൂട്ടേ ഹോനേക്ക്, ബൂട്ടേ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന, അമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി. ഉസ്കെ ബൂട്ടേ ഹോനേക്ക് ആദത്, ആദത്ത് എന്ന് പറഞ്ഞാൽ ശീലം അല്ലെങ്കിൽ സ്വഭാവം. അവരുടെ ഈ വീണ്ടും വീണ്ടും പറയുന്ന ഈ സ്വഭാവത്തിൽ നിന്നും
മക്കൾ അംഗീകരിക്കാൻ തുടങ്ങി അമ്മ വൃദ്ധയായി കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം. അപ്നെ ഹർ ആവാസ് മേം, അമ്മയുടെ ഓരോ സ്വരത്തിലും, ഹർ ഓരോ, ഈച്ച്, ആവാസ് സ്വരം ശബ്ദം, അപ്നെ ഹർ ആവാസ് മേം ധീരെ ധീരെ പതുക്കെ പതുക്കെ, ടൂട്ടി രഹി മാം, അമ്മ തകർന്നുകൊണ്ടിരിക്കുന്നു, അമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വരികളിലേക്ക് നോക്കാം. ഹാത്തും ഹാത്ത് രഹത്തി മാം एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में मां का भारी होना. ഇവിടെ എന്താ പറയുന്നത്? ഹാത്തോം ഹാത്ത് രഹത്തി മാം. ഹാത്തോം ഹാത്ത് രഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്താങ്ങായി പ്രവർത്തിക്കുക. കൈത്താങ്ങായിരുന്ന അമ്മ, മക്കൾക്ക് കൈത്താങ്ങായി ജീവിച്ചിരുന്ന അമ്മ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നാൾ ഹമാരെ കന്തോമേം ആകെ, ഞങ്ങളുടെ ചുമലിലായി. അമ്മ വൃദ്ധയായി വരുന്നു. അമ്മ വൃദ്ധയായപ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്തം, അമ്മയുടെ ഉത്തരവാദിത്തം തങ്ങളുടെ ചുമലിലേക്കായി എന്നവർ തിരിച്ചറിഞ്ഞു. അത്രയും നാൾ മക്കളെ നോക്കി പരിപാലിച്ച് മക്കൾക്ക് കൈത്താങ്ങായിരുന്ന അമ്മ വൃദ്ധയായപ്പോൾ മക്കളുടെ ചുമലിൽ ഒരു ഭാരമായി മാറുകയാണ്. ഏക് ദിൻ ഹമാരെ കന്തോമേം ആകെ, കന്തോമേ എന്ന് പറഞ്ഞാൽ തോളിൽ, ചുമലിൽ. ധീരെ ധീരെ മഹ്സൂസ് കർണേ ലഗേ ഹം, പതുക്കെ പതുക്കെ, മഹ്സൂസ് കർണ അനുഭവപ്പെടുക, പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എന്താണ് അനുഭവപ്പെടാൻ തുടങ്ങിയത്? അപ്നെ വൃഷഭ് കന്തോമേം, ഞങ്ങളുടെ ശക്തമായ ചുമലിൽ. വൃഷഭ് കന്തോം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശക്തമായ തോൾ അല്ലെങ്കിൽ ശക്തമായ ചുമലുകൾ. അപ്നെ വൃഷഭ് കന്തോമേം മാം കാ ഭാരി ഹോന, അമ്മ ഒരു ഭാരമായി അനുഭവപ്പെടാൻ തുടങ്ങി. ഭാരി ഹോന, ഭാരമാവുക. അപ്പൊ ഞങ്ങളുടെ ശക്തമായ ചുമലുകളിൽ അമ്മ ഒരു ഭാരമായി തോന്നാൻ തുടങ്ങി. അടുത്ത ഭാഗം. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, മാം ആഖിർ മാംഹി तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई मां, और मां को कंधों से उतरते ही उतर गए हमारे कंधे. ഈ ഭാഗത്ത് എന്താ പറയുന്നത്? ജബ് തക് ജീവിത് രഹി മാം, അമ്മ ജീവിച്ചിരുന്ന അത്രയും നാൾ, ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകൾ മാറിക്കൊണ്ടിരുന്നു. ജബ് തക്, എപ്പോൾ വരെയാണോ, ജബ് തക് എന്ന് പറഞ്ഞ തക് വരെ എന്നർത്ഥം, ടിൽ. ജബ് തക്, എപ്പോൾ വരെയാണോ അമ്മ ജീവിച്ചിരുന്നത്, അമ്മ ജീവിച്ചിരുന്ന അത്രയും നാൾ, ഹം ബദൽത്തെ രഹേ, ബദൽത്തെ രഹേ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരുന്നു. അപ്നെ കന്ദേ, ഞങ്ങളുടെ തോളുകൾ, ഞങ്ങളുടെ ചുമലുകൾ ഞങ്ങൾ മാറിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ സഹോദരന്മാരും മാറി മാറി ഏറ്റെടുത്തുകൊണ്ടിരുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് മാതാപിതാക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്തം മക്കൾ പലപ്പോഴും പങ്കിട്ടെടുക്കുന്ന ഒരു കാഴ്ച. മാം ആഖിർ മാം ഹി തോ ഹേ, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം, ലാസ്റ്റ്. മാം ആഖിർ മാം ഹി തോ ഹേ, അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ്. ഒരു അമ്മയും മക്കൾക്ക് ഭാരമാകാൻ ആഗ്രഹിക്കില്ല. ഇവിടെയും അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അമ്മ മക്കൾക്ക് ഭാരമായി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബാർ ബാർ, വീണ്ടും വീണ്ടും, ഹമേ കന്തേ ബദൽത്തെ ദേ, വീണ്ടും വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ചുമലുകൾ മാറ്റുന്നത് കണ്ട്, അമ്മയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഇങ്ങനെ മാറി മാറി എടുക്കുന്നത് കണ്ട്, ഹമാരെ കന്തോം സേ ഉത്തർ ഗയി മാം, ഞങ്ങളുടെ തോളുകളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചുപോയി എന്നാണ് അർത്ഥം. ബാർ ബാർ, വീണ്ടും വീണ്ടും, ഹമേ ഞങ്ങൾ, കന്തേ ബദൽത്തെ ദേഖ്, ഞങ്ങൾ ചുമലുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട്, ഹമാരെ കന്തോം സേ, ഞങ്ങളുടെ തോളുകളിൽ നിന്ന്, ഉത്തർ ഗയി മാം, ഉത്തർ ഗയി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി, ഉത്തർന ഇറങ്ങുക. और मां के कंधों से उतरते ही, അതുകൂടാതെ അപ്പോഴാണ് അമ്മ ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന്, അതായത് അമ്മ മരിച്ചു പോയതിനു ശേഷമാണ് അവർക്ക് തോന്നുന്നത്, ആ മകന് തോന്നുന്നത്, ഹമാരെ കന്തേ ഉത്തർ ഗയി, അതായത് അവരുടെ തോളുകളും അവരുടെ ചുമലുകളും ദുർബലമായി പോയി എന്ന്. അപ്പോൾ മാംകി കന്തോം സേ ഉത്തർത്തേഹി, അമ്മ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ, അതായത് അമ്മ മരിച്ചു പോയപ്പോൾ അവർക്ക് തോന്നി, ഉത്തർ ഗയെ ഹമാരെ കന്തേ, ഞങ്ങളുടെ ചുമലുകൾ ദുർബലമായി പോയി.
അപ്പൊ അമ്മയുടെ മരണശേഷമാണ് ആ മകൻ ചിന്തിക്കുന്നത് അമ്മ എത്രത്തോളം സ്നേഹമയിയായിരുന്നു. അപ്പൊ അമ്മയെ നഷ്ടപ്പെട്ടപ്പോഴാണ് അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് ആ മകൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. നരേന്ദ്ര പുണ്ടരീക് വളരെ മനോഹരമായ ഭാഷയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മക്കൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പാഠത്തിൽ ഇനി ബാക്കി വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.